പെരിഞ്ഞനം സമിതി ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ കടലേറ്റം ബാധിച്ചിരിക്കുന്നത്. അതായത് അവരുടെ വലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇവിടെ വലകളെല്ലാം തന്നെ ഇവിടെ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുകയും മാറ്റിവെക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഈ വെള്ളം ഇരച്ച് കയറിയത്. കടൽ വെള്ളം കയറിയതോടുകൂടി അതിന് മുകളിലൂടെ മണ്ണും മണലും അതുപോലെ തന്നെ വെള്ളവും എല്ലാം തന്നെ ഇപ്പോൾ കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, അത് എത്രത്തോളം നാശനഷ്ടമുണ്ട് നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇത് ബാധിക്കുക? ശരിക്കും ഒരു 15 ലക്ഷം രൂപയോളം ഇപ്പോൾ ചിലവ് ചെയ്തിട്ടാണ് ഈ വലപ്പണി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഈ വലകളൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എടുത്ത് നോക്കിയിട്ട് വേണം. അത് മാത്രമല്ല, വെള്ളം മാത്രമല്ല, ചെളിയും മണ്ണും എല്ലാം കൂടി കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങി 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന വലകളെല്ലാം നശിക്കും. പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് എത്ര വില വരും വലയ്ക്കൊക്കെ ശരിക്കും? ഒരു വല ഇത് മുഴുവനായിട്ടും ചെയ്തു വരണമെങ്കിൽ 45-50 ലക്ഷം രൂപ താഴെ വരുന്നതാണ്. അതും 10, 60, 70, 100 ആൾ വരെ ഒരു മാസം 1.5 മാസമൊക്കെ ഇരുന്ന് കണ്ടാണ് കൃത്യമായ കണക്കും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ വലകൾ ഞങ്ങൾ നിർമ്മിച്ച്. എന്നുവെച്ചാൽ മേടിച്ച് വരുന്ന വലകൾ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അതായത് 1.5 മാസം 2 മാസമൊക്കെ ചുരുങ്ങിയത് പിടിക്കും. അപ്പോൾ ഈ 2 മാസമായിട്ട് ഇവിടെ ആർക്കും ജോലിയൊന്നുമില്ല, ആരും മീൻ പിടിക്കാനൊന്നും പോകണില്ല. അതുകൊണ്ട് ആണിത് കൊണ്ടുവന്ന് പലിശക്കാരും മേടിച്ചിട്ട് ഇത് ചെയ്തു വെക്കാം. ഇനിയും നല്ലൊരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കാണ് ഞങ്ങൾ ഇത് ചെയ്തു വെക്കുന്നത്. അപ്പോഴാണ് കടൽ ഇങ്ങനെ ഞങ്ങളെ ചതിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം കെടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? ഇതിപ്പോൾ ഇന്നലെ രാവിലെ 6-6:30 നേരത്ത് ഇവിടുന്ന് പടിഞ്ഞാട്ട് നീട്ടാൻ പോയ വഞ്ചികളാണ് 12 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വെച്ച് ഈ ചുഴലി കണ്ടത്. അവരത് വീഡിയോ എടുത്ത് വിട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ കടലിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. രാവിലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് വേലിയേറ്റം സമയം. ആ നേരത്താണ് വെള്ളം കയറിയത്. ഞങ്ങളിവിടെ ഒരു 20 ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ഈ വലട പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 മണി വരെയാണ് പണിയെടുക്കുക. ഈ പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ 20 ദിവസമായിട്ട് 500 രൂപ വെച്ചാണ് ഞങ്ങൾ ഈ പണിക്കാർക്ക് കൊടുക്കുന്നത്. ഞങ്ങളാൽ എല്ലാവരും എടുക്കുന്നത്. അത് പലിശക്ക് കാശ് പിടിച്ചിട്ടാണ് ഞങ്ങൾ 15 ദിവസമായിട്ട് ഈ തൊഴിൽ ഞങ്ങൾ ചെയ്തിട്ട്. അത് ഏകദേശം 90% ഞങ്ങൾ അതിൻ്റെ പണി തീർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിതിപ്പോൾ ഇങ്ങനെ ഇത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വെള്ളം എപ്പോൾ ഇറങ്ങും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സാധാരണ വർഷത്തായാലും വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ആഴ്ചകളോളം ഈ വെള്ളം അടിവലിയാൻ സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ വില പറയാൻ പറ്റില്ല. ആ വല എടുത്ത് നോക്കിയാലേ അടിയിലെ വല മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഇളക്കം വന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ഞങ്ങൾക്ക് അതിൻ്റെ ധനസഹായം കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കീലാണ്. അത്രയ്ക്ക് വിഷമകരമായ ലെവലിലാണ് ഞങ്ങൾക്ക് പറയുന്നത്. തീർച്ചയായും ഇനിയും ഇവർ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ വെള്ളം ഇറങ്ങിയാലും ഈ വലകളൊക്കെ ഇനിയും മെയിൻറ്റെയിൻസ് ചെയ്ത് എങ്ങനെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരവണ്ണൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.